മിശിഹായിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു ശതാധിപൻ ഈശോയെ സമീപിച്ചു. സൽഗുണസമ്പന്നനായ ആ ശതാധിപനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും ശ്രമിക്കുക. വിജാതീയനായ ഈ ശതാധിപനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ചില അക്രൈസ്തവരായ ആളുകൾ കത്തോലിക്ക ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നതാണ്. ഒരിക്കൽ ഇലക്ഷന് മത്സരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാനാർത്ഥി, അക്രൈസ്തവനായ അദ്ദേഹം ഒരു കുർബാന അർപ്പിച്ച് തൻ്റെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. മറ്റൊരു അവസരത്തിൽ ഒരു ഹൈന്ദവൻ മരിച്ചു. അയാളുടെ സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ മരിച്ചുപോയ സഹോദരൻ്റെ മൃതശരീരത്തിനടുക്കൽ വന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അതിശയത്തോടെ ചോദിച്ചു, ഞങ്ങളങ്ങനെ ചെയ്യാറില്ല, എന്താണ് ഇദ്ദേഹം ചോദിക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മരിച്ച സഹോദരൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്. മരണാനന്തര ജീവിതത്തിൽ അവന് പുനരുത്ഥാനത്തിലും അവന് വിശ്വാസമുണ്ട്. ഞാൻ അതുകൊണ്ട് അവിടെ പോയി അല്പസമയം പ്രാർത്ഥിച്ചു. വേറെ ചില അവസരങ്ങളിൽ ചില അക്രൈസ്തവർ ക്രൈസ്തവ ദേവാലയങ്ങളിലെ തിരുനാളുകൾ ഏറ്റെടുത്ത് നടത്തിയ അനുഭവങ്ങളുമുണ്ട്. ഇങ്ങനെ വിജാതീയനായ ഒരു മനുഷ്യൻ തൻ്റെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഈശോയെ സമീപിച്ച് അത്ഭുതത്തിലൂടെ തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 5 മുതൽ 13 വരെ വാക്യങ്ങളിലും, അല്പവ്യത്യാസത്തോടുകൂടി ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും ആണ്. ഈ സംഭവം നടക്കുന്നത് കഫർനാമിലാണ്. കഫർനാമാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന് കൂടുതൽ ഉപയോഗിച്ച സ്ഥലം. കഫർനാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഗലീലിയ തടാകത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്രദേശമാണ്. അവിടെ യഹൂദന്മാരും വിജാതീയരും ഇടകലർന്ന് താമസിക്കുന്നു. യൂദയ എന്ന് പറയുന്ന യഹൂദന്മാരുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ യഹൂദന്മാർ യാഥാസ്ഥിതികരാണ്. അവർ ഈശോയുടെ പ്രബോധനങ്ങളോട് അത്ര എളുപ്പത്തിൽ സ്വീകരിക്കുകയില്ല. ഇനി കഫർനാമിനുള്ള മറ്റൊരു പ്രത്യേകത, അത് മുക്കുവന്മാരുടെ പ്രദേശമാണ്. ഗലീലിയ തടാകത്തിലെ മീൻ പിടിക്കുന്നവർ. ഗലീലിയ തടാകത്തിൻ്റെ താഴ്വരകളിൽ ധാരാളം കൃഷി സ്ഥലമുണ്ട്. അങ്ങനെ കർഷകരുടെ ഒരു സങ്കേതമാണ്. അതുകൂടാതെ വിയ മാരിസ് എന്ന് പറയുന്ന ഒരു ഹൈവേ ഈജിപ്തിനെയും ഡമാസ്കസിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് അതിലെയാണ്. അതുകൊണ്ട് അതൊരു വാണിജ്യ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് ഈശോയുടെ വചനം യഹൂദരോടും വിജാതീയരോടും വിധുവസ്തരോടും, അതായത് വിവിധ ദേശക്കാരോടും വിവിധ സംസ്കാരത്തിലുള്ളവരോടും അവതരിപ്പിക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് അവിടെയുള്ളത്. മറ്റൊരു കാരണമായി പറയുന്നത്, ഏതാണ്ട് 28 വർഷക്കാലം ഈശോ ജനിച്ചു വളർന്ന നഗരമായ നസറത്തിലായിരുന്നെങ്കിലും അവിടുത്തെ സിനഗോഗിൽ ഈശോ പോയി പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള യഹൂദ പ്രമാണിമാർക്ക് ഈശോയുടെ വചനം ശ്രവിക്കുവാൻ താല്പര്യപ്പെട്ടില്ല. മാത്രമല്ല, അവർ ഈശോയെ കൊല്ലുവാൻ വരെ ശ്രമിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഈശോ അവിടെ നിന്ന് കഫർനാമിലേക്ക് മാറുന്നു. അതുകൊണ്ട് ഈശോ കൂടുതൽ സമയം കഫർനാമിൽ പഠിപ്പിച്ചതുകൊണ്ട് ഈ കഫർനാമിന് ഈശോയുടെ നഗരം എന്നുള്ള ഒരു പേര് കൂടി ഉണ്ടായി. ഇനി ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശതം എന്ന് പറഞ്ഞാൽ 100, അല്ലെങ്കിൽ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100. ശതം അല്ലെങ്കിൽ 100 ആളുകളുടെ മേൽ, പടയാളികളുടെ മേൽ അധികാരമുള്ളവൻ എന്നുള്ളതാണ് ശതാധിപൻ എന്നതിൻ്റെ അർത്ഥം. അയാളൊരു റോമൻ പട്ടാളക്കാരനാണ്. റോമൻ പട്ടാളക്കാരായ 80 മുതൽ 100 വരെയുള്ള സൈന്യത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു വിജാതീയനായ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് റോമൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം റോമൻ നിയമസംഹിതകൾ, അതിൻ്റെ സമാധാനം നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള ചുമതലയാണ്. എന്നാൽ ഈ റോമൻ പട്ടാളക്കാർ പലരും യഹൂദന്മാരോട് വളരെ ക്രൂരമായി പെരുമാറിയിരുന്നു. മാത്രമല്ല, വിജാതീയരായ ആളുകൾ തങ്ങളെ ഭരിക്കുന്നത് യഹൂദന്മാർ വെറുക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ ഈ റോമൻ പട്ടാളക്കാരെ തങ്ങളുടെ ശത്രുക്കളായും തങ്ങളെ അടിച്ചമർത്തുന്നവരായും കണ്ട് വെറുത്തിരുന്നു. എന്നാൽ ബൈബിളിൽ ചില ശതാധിപന്മാരെ വളരെ അനുകൂലമായ രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. ബഹുമാന്യരായ, ഈശോയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ശതാധിപന്മാരെ കാണാം. ഒന്ന് കഫർനാമിലുണ്ടായിരുന്ന തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു വന്ന ശതാധിപൻ. മറ്റൊന്ന് ഈശോയെ കുരിശുമരണത്തിന് പീലാത്തോസ് വിധിച്ചു കഴിഞ്ഞ് ആ കുരിശുമരണത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിച്ച ഒരു ശതാധിപനുണ്ട്. അയാൾ ഈശോയെ കാൽവരിയിലേക്ക് അനുധാവനം ചെയ്യുന്നു. ഈശോ എപ്രകാരമാണ് ആ കുരിശുമരണത്തിന് സഹകരിക്കുന്നത്, എപ്രകാരമാണ് ആ പാടുപീടുകൾ ഏറ്റെടുക്കുന്നത്, തന്നെ കുരിശിക്കുന്നവർക്ക് വേണ്ടി കൂടി ഈശോ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൂടെ കുരിശിലേറ്റപ്പെട്ടവർക്ക് അവരോട് കരുണാർദ്രതയോടുകൂടി ഈശോ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രകൃതിയിലുണ്ടാകുന്ന വലിയൊരു മാറ്റം. നാടകം 3 മണിക്കൂർ സമയത്തേക്ക് അന്ധകാരം നട്ടുച്ച നേരത്ത് നിറയുന്നു. അതുപോലെ തന്നെ വലിയ ഭൂമികുലുക്കമുണ്ടാകുന്നു. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ശതാധിപൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, തീർച്ചയായും ഇവൻ ദൈവപുത്രനായിരുന്നു. അതുകൊണ്ട് ഈ ശതാധിപനെക്കുറിച്ച് ക്രൈസ്തവരുടെ ഒരു പാരമ്പര്യമുള്ളത് അദ്ദേഹം യേശുക്രിസ്തുവിൽ വിശ്വാസിയായി തീർന്നു എന്നും കൂടിയുണ്ട്. ഇനി 3-ാമതൊരു ശതാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 1 മുതൽ 48 വരെ വാക്യങ്ങളിൽ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൊർണേലിയസ് എന്നാണ്. ഈ ശതാധിപൻ വസിച്ചിരുന്നത് കേസറിയയിലാണ്. അദ്ദേഹത്തെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ദൈവഭയമുള്ളവൻ, പതിവായി പ്രാർത്ഥിക്കുന്നവൻ, പാവങ്ങളെ, യഹൂദന്മാരെ ഉൾപ്പെടെ സഹായിക്കുന്നവൻ. ഇങ്ങനെയുള്ള ഈ കൊർണേലിയസിൻ്റെ അടുക്കൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ജോപ്പായിലുള്ള ശിമയോൻ പത്രോസിൻ്റെ അടുക്കൽ നീ ആളയച്ചു വരുത്തി അവൻ്റെ വചനം നീ ശ്രവിക്കണം. അതിന് പ്രകാരം ഈ കൊർണേലിയസ് തൻ്റെ പ്രതിനിധിയെ വിട്ട് ശിമയോൻ പത്രോസിനെ ആളയച്ചു വരുത്തുന്നു. ശിമയോൻ പത്രോസ് ആകട്ടെ അതിനു മുൻപുണ്ടായ ഒരു ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവരാജ്യം യഹൂദന്മാർക്ക് മാത്രമല്ല വിജാതിയർക്ക് കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, യഹൂദന്മാർ സാധാരണഗതിയിൽ വിജാതിൻ്റെ ഭവനത്തിൽ പോകാറില്ലെങ്കിലും ശിമയോൻ പത്രോസ് ഈ വിജാതീയനായ കൊർണേലിയസിൻ്റെ ഭവനത്തിൽ പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തോട് ഈശോയുടെ വചനം, സുവിശേഷം പങ്കുവെക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മേൽ, കൊർണേലിയസിൻ്റെ മേൽ ഇറങ്ങി വരുന്നത് പത്രോസ് കണ്ടു. അങ്ങനെ വിജാതിയരുടെ ഇടയിൽ നിന്ന് ആദ്യമായി ക്രൈസ്തവനായി തീർന്നതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ കൊർണേലിയസ് എന്ന് പറയുന്ന ശതാധിപൻ. ഇനി 4-ാമത് ഒരു ശതാധിപനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അവൻ്റെ പേര് ജൂലിയസ് എന്നാണ്. അപ്പസ്തോല പ്രവർത്തനം 27-ാമത്തെ അധ്യായം 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഈ ശതാധിപൻ ആയിരുന്നു തടവുകാരനായി പിടിക്കപ്പെട്ട പൗലോസിനെ റോമിലേക്ക് എത്തിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടത്. എങ്കിലും ഈ തടവുകാരനായ പൗലോസിനോട് കരുണാർദ്രമായിട്ടാണ് ജൂലിയസ് പെരുമാറിയത്. ഈവൻ സീദോണിലുള്ള തൻ്റെ സുഹൃത്തുക്കളെ കാണുവാൻ പോലും ഈ ജൂലിയസ് പൗലോസിനെ അനുവദിക്കുന്നതായി അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവർ പോകുന്ന വഴിക്ക് റോമിലേക്ക് പോകുമ്പോൾ കടൽക്ഷോഭമുണ്ടാകുന്നു. അവർ യാത്ര ചെയ്ത കപ്പൽ തകരാൻ പോകുന്നു. ഈ അവസരത്തിൽ തടവുകാർ വിമോചനരായി പോകുമെന്ന് ഭയപ്പെട്ടിട്ട് പട്ടാളക്കാർ തടവുകാരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ ജൂലിയസ് ഇടപെട്ട് പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതായി അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 27-ാം അധ്യായം 42 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ ജൂലിയസിൻ്റെ ഇടപെടൽ മൂലം പൗലോസ് ജീവൻ രക്ഷപ്പെടുകയും അദ്ദേഹത്തിന് റോമിൽ ചെന്ന് തൻ്റെ സുവിശേഷ വേല തുടരാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി കഫർനാമിലെ ഈ ശതാധിപൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ
ഈ കഫർനാമിലെ ശതാധിപൻ വളരെ പ്രത്യേകതയുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അനവധി ജോലിക്കാർ അല്ലെങ്കിൽ അടിമകൾ ഉണ്ടെങ്കിലും അക്കാലത്ത് അടിമകളെ വെറും വസ്തുക്കളായിട്ടാണ് കണക്കാക്കിയിരുന്നെങ്കിലും തൻ്റെ തളർവാദം പിടിപെട്ട് രോഗിയായി തീർന്ന അടിമയെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അയാളെ തൻ്റെ വീട്ടിൽ തന്നെ പാർപ്പിച്ചുകൊണ്ട് അവന് കിട്ടാവുന്ന എല്ലാവിധ ചികിത്സകളും കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒന്നും രക്ഷപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ഈശോയെക്കുറിച്ച് അറിഞ്ഞു. ഈശോ അനവധി ആളുകളെ, തളർവാദ രോഗികളെ ഉൾപ്പെടെ സുഖപ്പെടുത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഈശോയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈശോയെ സമീപിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഗുരു, എൻ്റെ അടിമ തളർവാദ രോഗം പിടിപെട്ട് കഠിനമായ വേദന അനുഭവിച്ച് അവൻ കഴിയുകയാണ്. അയാളുടെ വേദന ഇയാളുടെയും വേദനയായി മാറുകയാണ്. എന്നാൽ അല്പം വ്യത്യാസത്തോടുകൂടി ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നത് ശതാധിപൻ ഒരു അടിമയുണ്ടായിരുന്നുവെന്നും അയാൾ മരിക്കാറായിരുന്നുവെന്നും അയാൾ ഇവന് വിലപ്പെട്ടവനായിരുന്നുവെന്നുമാണ് രേഖപ്പെടുത്തുക. അങ്ങനെ ഇവനെ വിലപ്പെട്ടവനായി കണക്കാക്കുന്ന ഈ ഒരു ശതാധിപനെ, അവൻ്റെ വേദന ഇവൻ്റെ വേദനയായി മാറുന്ന ഈ ശതാധിപനെയാണ് നാം കാണുക. അതുകൊണ്ട് ഈശോ വഴിയായി ഒരു അത്ഭുതം പ്രവർത്തിച്ച് അവൻ സൗഖ്യം പ്രാപിക്കുവാനായി അവൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കൽ സമീപിക്കുന്നു. എന്നാൽ ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത് ഇവൻ നേരിട്ട് വരുന്നത് താൻ അതിന് യോഗ്യനല്ല എന്ന് കണ്ടിട്ടാകണം അയാൾ യഹൂദ പ്രമാണിമാരെ ഈശോയുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. എന്താണ് യഹൂദ പ്രമാണിമാർ ഈ ഈശോയോട് പറയുക? അവർ പറഞ്ഞു, അവർ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്, അങ്ങയുടെ സഹായം ഇവൻ അർഹിക്കുന്നവനാണ്. കാരണം ഇവൻ നമ്മുടെ ജനതയെ സ്നേഹിക്കുന്നു. അക്കാലത്ത് യഹൂദന്മാർ റോമാക്കാരെ, പ്രത്യേകിച്ച് പട്ടാളക്കാരെ വെറുക്കുന്ന കാലഘട്ടത്തിൽ ഈ റോമൻ പട്ടാളക്കാരൻ നമ്മുടെ ജനതയെ സ്നേഹിക്കുന്നു. മറ്റൊന്ന്, അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഒരു സിനഗോഗ് നിർമ്മിച്ചു തരികയും ചെയ്തിരിക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞ കൊർണേലിയസിനെ പോലെ പാവങ്ങളെ സഹായിക്കുന്ന, അതോടൊപ്പം യഹൂദന്മാരെ പോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തെ നാം കാണുക. ഇനി സിനഗോഗ് എന്ന് പറയുന്നത് എന്താണ്? അത് യഹൂദന്മാരുടെ പ്രാർത്ഥനാലയമാണ്. യഹൂദന്മാർക്ക് ഒരു പ്രാർത്ഥനാലയമാണ് ആകെ ഉണ്ടായിരുന്നത്. അത് ജെറുസലം ദേവാലയമാണ്. ആ ജെറുസലം ദേവാലയത്തിലാണ് അവർ പ്രാർത്ഥിക്കുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും വേദം പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ പ്രവാചകന്മാരുടെ വചനങ്ങൾ പോലും ശ്രവിക്കാതെ പാപത്തിൽ കഴിഞ്ഞതുകൊണ്ട് ബാബിലോണിയക്കാർ വന്ന് ജെറുസലമിനെ കീഴടക്കുകയും അവിടെ ദേവാലയം നശിപ്പിക്കുകയും യഹൂദന്മാരെ ബാബിലോണിയയിലേക്ക് അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അവർക്ക് പ്രാർത്ഥനാലയം ഇല്ലാതെയായി. അങ്ങനെ വന്ന് അവർ പ്രാദേശികമായിട്ട് ചില പ്രാർത്ഥനാ മന്ദിരങ്ങൾ അവർ നിർമ്മിക്കുന്നു. അവിടെ അവർ വചനം വായിച്ച് പഠിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വിജാതിരായ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഈ സിനഗോഗുകളിൽ നിന്നും താല്പര്യമില്ലെങ്കിലും ഈ ശതാധിപൻ ഈ വിജാതിയരുടെ വിശ്വാസത്തെ ആദരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കഫർനാമിൽ ഒരു സിനഗോഗ് നിർമ്മിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ യഹൂദ പ്രമാണിമാർ ഈശോയുടെ സഹായം കൊടുക്കണമെന്ന് അവരോട് പറയുക. അതുകൊണ്ട് ഈശോയെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാപരമായ ക്രൈസ്തവ സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ശതാധിപനെ കാണുക. അപ്പം അതുകൊണ്ട് അയാൾ ക്രൈസ്തവ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു മാതൃകാ പുരുഷനായി ഈശോ കാണുകയാണ്. കാരണം അയാൾ വിശ്വാസം സ്നേഹത്തിലൂടെ, കരുണയിലൂടെ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ പ്രതികരണം എന്താണ്? മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ ഈശോ അയാൾ പറയുകയാണ്, ഞാൻ വന്ന് നിന്റെ ഭൃത്തിനെ സുഖപ്പെടുത്താം. ഈശോ അവൻ്റെ വീട്ടിൽ പോകാൻ തയ്യാറാവുകയാണ്. ഇനി ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഈശോ ആ യഹൂദ പ്രമാണിമാരുടെ കൂടെ അവൻ്റെ ഭവനത്തിലേക്ക് പോയി. ഇവിടെ ഈശോ തന്നെ സമീപിക്കുന്ന ആരായാലും, അത് വിജാതിയരാകട്ടെ, സമറിയാക്കാരാകട്ടെ, പരസ്യഭാവികളാകട്ടെ, ആരെയും ഈശോ നിരസിക്കുന്നില്ല. എല്ലാവരോടും ഈശോ കരുണ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈശോയ്ക്ക് ധാരാളം ആളുകൾ യഹൂദന്മാരല്ലാത്തവരും അനുയായികളായിട്ട് ഉണ്ടായത്. ഇനി ശതാധിപൻ്റെ മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. ആ ശതാധിപൻ ഈശോയോട് പറയുന്നത് ഇതാണ്, ഗുരു, അങ്ങ് എൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. കാരണം ഞാനൊരു വിജാതീയനാണ്, അങ്ങ് ഒരു യഹൂദനാണ്. മാത്രമല്ല അങ്ങ് ദിവ്യനായ ഒരു മനുഷ്യൻ,
ഒരുപക്ഷെ ദൈവപുത്രനാണ്, ഈ പാപിയായ എളിയവനായ വിജാതീയനായ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുകയാണ്, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചുകൊള്ളും. അപ്പോൾ അയാൾ ഈശോയുടെ വചനത്തിൽ ശക്തി കണ്ടെത്തുകയാണ്. ഈശോ അങ്ങ് വിദൂരത്തിൽ നിന്ന് പറഞ്ഞാൽ പോലും തൻ്റെ ഭവനത്തിൽ കഴിയുന്ന ആ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് അയാൾ ഏറ്റു പറയുകയാണ്. തുടർന്ന് അയാൾ പറയുകയാണ്, ഞാനും അധികാരത്തിന് വിധേയനാണ്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, ഒരുവനോട് ഇന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. അങ്ങനെ എൻ്റെ കീഴിലുള്ള ആളുകൾ എന്നെ അനുസരിക്കുന്നുവെങ്കിൽ അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ എൻ്റെ ഈ സേവകൻ, ഈ അടിമ സുഖം പ്രാപിക്കും. അങ്ങനെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുക, ഈശോ യഹൂദ പ്രമാണിമാരുടെ കൂടെ ഈ ശതാധിപൻ്റെ ഭവനത്തിന് അടുക്കലെത്തിയപ്പോൾ അയാൾ തൻ്റെ സുഹൃത്തുക്കളെ വിട്ട് ഈശോയോട് പറയുകയാണ്, അങ്ങ് ഇനി ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എൻ്റെ ഭവനത്തിൻ്റെ കീഴിൽ വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിക്കുക, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന്. അങ്ങനെ യഹൂദന്മാരുടെ അന്നത്തെ സങ്കല്പം അനുസരിച്ച് വിജാതീയൻ്റെ ഭവനത്തിൽ യഹൂദൻ പോകുവാൻ യോഗ്യനല്ല എന്നുള്ള ആ ആചാരത്തെ അയാൾ ആദരിക്കുന്നു. അയാൾ എളിമയോടുകൂടി തൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അയാൾ താൻ അയോഗ്യനാണെന്ന് കണ്ട് യഹൂദ പ്രമാണിമാരെ ഈശോയുടെ അടുക്കൽ അയക്കുന്നു. ഈശോയുടെ രോഗസൗഖ്യത്തിനുള്ള ശക്തിയിൽ അയാൾ വിശ്വസിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തിയിൽ വിദൂരത്തിൽ നിന്നും തന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം അയാൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഈശോ അതിശയത്തോടുകൂടി പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്രയേറെ ഒരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ ഒരുവനിൽ പോലും കണ്ടിട്ടില്ല എന്ന്. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതേ കാര്യം തന്നെ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും ഈശോ പറയുന്നുണ്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണിമാരോട്. എന്താണ് ഈശോ ഇയാളിൽ വിലമതിച്ചതായി കണ്ടത്? കാരണം ഇയാളുടെ വിശ്വാസം പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്. അദ്ദേഹം ബലിയർപ്പണം മാത്രമല്ല കരുണയിലും കൂടി വിശ്വസിക്കുന്നവനാണ്. അദ്ദേഹം എളിമയോടുകൂടി കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചപ്പോൾ ഈശോ തുടർന്ന് പറഞ്ഞു, ഞാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനവധി ആളുകൾ കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി ദൈവരാജ്യത്തിലെ വിരുന്ന് അനുഭവിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? പലസ്തീനായിൽ കിഴക്കും പടിഞ്ഞാറും എന്ന് പറയുമ്പോൾ ലോകം മുഴുവനുമുള്ള അനവധി ആളുകൾ അവർ ഈശോയിൽ വിശ്വസിക്കുകയാണെങ്കിൽ അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് വിരുന്ന് അനുഭവിക്കും. എന്താണ് അബ്രാഹാം ഇസ്ഹാക്കും യാക്കോബിൻ്റെയും പ്രത്യേകത? ഊറിയ ദേശത്ത് നിന്ന് അബ്രാമിനെ ദൈവം വിളിക്കുമ്പോൾ അന്ന് ആളുകളെല്ലാം വിഗ്രഹാരാധകരാണ്. അബ്രാം മാത്രമാണ് യഥാർത്ഥ സത്യ ദൈവത്തിൽ വിശ്വസിക്കുക. ആ അബ്രാമുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്ത് അവൻ്റെ പേര് മാറ്റി അബ്രാഹാം എന്നാക്കുന്നു. ആ ഉടമ്പടിയുടെ മകനായിട്ട് ഇസ്ഹാക്കിനെ തിരഞ്ഞെടുക്കുന്നു. ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നു. ആ യാക്കോബിൻ്റെ 12 മക്കൾ ഉൾക്കൊള്ളുന്ന 12 ഗോത്രങ്ങളാണ് ദൈവരാജ്യത്തിന് അർഹനായ ഇസ്രായേൽ ജനമായി കാണുന്നത്. എന്നാൽ ഈശോ പറയുന്നു, അവരിലൂടെ ലോകം മുഴുവനുമുള്ള തൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന മാനസാന്തരപ്പെടുന്ന ആളുകൾ, മാമോദിസ സ്വീകരിക്കുന്നവർ സ്വർഗരാജ്യത്തിന് അർഹരായിത്തീരും. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരും. എന്നിട്ട് ഈശോ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മക്കള് പുറത്തുള്ള അന്ധകാരത്തിൽ എറിയപ്പെടും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോയെ തിരസ്കരിക്കുന്നത് കൊണ്ട് യഹൂദ ജനതയിൽ ഒട്ടുമിക്കവരും ഈ വിരുന്നശാലയിൽ നിന്നും പുറത്തെ അന്ധകാരത്തിലേക്ക്, കാരണം വിരുന്ന് നടക്കുന്നത് അകത്തുള്ള പ്രകാശത്തിലാണ്, അതിന് വെളിയിലുള്ള രാത്രിയിലെ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും അവർക്ക് ദൈവരാജ്യം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം കൊണ്ട് അവർ വിലപിക്കുകയും എന്നാൽ തങ്ങൾ അനർഹരായി കണക്കാക്കിയിരുന്ന വിജാതീയരും പരസ്യപാപികളും സമറിയാക്കാരുമൊക്കെ മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നനുഭവിക്കുന്നത് കാണുമ്പോൾ അവർ നിരാശരായി പല്ലുകടിക്കും, മറ്റോടുള്ള വിദ്വേഷം കൊണ്ട്, അസൂയ കൊണ്ട്. എന്നിട്ട് ഈശോ ആ ശതാധിപനോട് പറയുകയാണ്, നീ പൂക്കൊള്ളുക, നിന്റെ വിശ്വാസം പോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആ ഭൃത്യൻ്റെ, ആ ശതാധിപൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈശോയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം സൗഖ്യം പ്രാപിച്ച ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബൈബിളിൽ. ഉദാഹരണമായിട്ട് 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന ഒരു സ്ത്രീയെ ഈശോയെ രഹസ്യമായിട്ട് വന്ന് ജനക്കൂട്ടത്തിനിടയിലൂടെ അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു.
അപ്പോൾ ഈശോ അവളുമായി സംഭാഷണം നടത്തുമ്പോൾ ഈശോ അവളോട് പറയുന്ന വാക്യം ഇതാണ്: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അന്ധനായ ഒരു മനുഷ്യൻ ഈശോയുടെ സഹായം തേടി ഈശോ അയാളെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈശോ അയാളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം മൂലം നീ സുഖം പ്രാപിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് വിശ്വാസം നമുക്കുണ്ടായിരിക്കുകയും അത് സ്നേഹത്തിലൂടെ, കാരുണ്യത്തിലൂടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രീതിക്കും കരുണയ്ക്കും നമ്മൾ പാത്രീഭൂതരാകും. ഇനി ഈ ശതാധിപന് നമുക്ക് ഈശോ പഠിപ്പിച്ച നല്ല സമറായൻ്റെ ആ കഥാപാത്രവുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ പഠിപ്പിക്കുന്ന ഒരു സമറിയാക്കാരനുണ്ട്. ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള ഇടുങ്ങിയ അപകടം പിടിച്ച വഴിയിൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യൻ. അയാളെ ആ വഴി കടന്നുപോയ പുരോഹിതനും ലേവായനും അവഗണിക്കുമ്പോൾ അവിടെ തൻ്റെ കഴുതപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി തൻ്റെ ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യനെ സഹായിക്കുവാനായിട്ട് തയ്യാറാകുന്നു. തന്നാലാകുന്ന ചികിത്സകളെല്ലാം കൊടുത്തിട്ട് ആ കഴുതപ്പുറത്ത് കയറി അയാൾ സത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു, വിദൂരത്തുള്ള സത്രത്തിലേക്ക്. അവിടെ ചെന്ന് പണം ഏൽപ്പിച്ചിട്ട് അവന് വേണ്ട ചികിത്സകൾ കൊടുക്കണമെന്ന് പറയുന്നു. അവിടെ ഈ മനുഷ്യൻ തൻ്റെ ജാതിയിൽപ്പെടാത്ത, ഒരുപക്ഷെ തന്നെ ശത്രുവായി കാണുന്ന ഒരു യഹൂദനായിരിക്കാം ആ അർത്ഥപ്രാണനായ മനുഷ്യൻ. അവനോട് അയാൾ കരുണ കാണിക്കുന്നു. അങ്ങനെ ബലഹീനരായ, വേദനിക്കുന്ന മനുഷ്യരോട് സഹതാപം കാണിക്കുന്ന ആ നല്ല സമറായനെ പോലെയാണ് ഈ ശതാധിപനും പെരുമാറിയത്. അങ്ങനെ വർഗീയമായ, സാമൂഹികമായ അതിർവരമ്പുകൾക്കപ്പുറം സഹായിക്കുവാൻ നല്ല സമറായക്കാരനെ പോലെ ഈ ശതാധിപനും അതുപോലെ തന്നെ ഈശോയും പെരുമാറുമ്പോൾ അവർ നമ്മളുടെ മാതൃകയായി തീരുന്നു. അതുപോലെ തന്നെയാണ് ഈശോയും നമുക്കൊരു വലിയ മാതൃക കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ശതാധിപൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാവുന്ന പല പാഠങ്ങളുമുണ്ട്. നമ്മുടെ വരമ്പുകൾ, നമ്മുടെ ജാതി, നമ്മുടെ മതം എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ സഹായം അർഹിക്കുന്ന ആരെയും സ്നേഹിക്കണമെന്ന് ഈശോ ഇയാളുടെ കഥയിലൂടെ അനുഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു വിശ്വാസി എന്ന നിലയിൽ എളിമയുള്ളവനാകണം. ഈ സെഞ്ചൂറിയൻ, ശതാധിപൻ എത്രയോ എളിമയോടുകൂടിയാണ് ഈശോയെ സമീപിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ എളിമയുള്ളവരാകണം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ആ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണം. ഈ ശതാധിപനെ പോലെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈശോയെ സമീപിച്ച് തൻ്റെ വിശ്വാസവും എളിമയും പ്രകടിപ്പിച്ച ഈ ശതാധിപനെ പോലെ ഞങ്ങളും അങ്ങയുടെ മുമ്പാകെ ഞങ്ങളുടെ അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് വരുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി ഞങ്ങളെയും സുഖപ്പെടുത്തുവാനായി. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് കരുണാർദ്രമായ ഹൃദയം നൽകണമേ. ഞങ്ങളുടെ വിലയും നിലയും, മറ്റുള്ളവരുടെ വിലയും നിലയും പരിഗണിക്കാതെ അവരെ സഹായിക്കുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അങ്ങ് ഞങ്ങളെ സേവിച്ചതുപോലെ മറ്റുള്ളവരെ സേവിക്കുവാൻ, ഞങ്ങളുടെ കുരിശുമെടുത്ത് അങ്ങയുടെ പിന്നാലെ അനുധാവനം ചെയ്യുവാൻ, മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് വിജാതീയനായ ആ ശതാധിപനെ സ്വാഗതം ചെയ്തതുപോലെ കരുണാർദ്രയായി അങ്ങയുടെ മുകളിലെടുക്കുന്ന ഞങ്ങളെയും സ്വീകരിക്കണമേ. അങ്ങയുടെ വിശ്വാസമർപ്പിക്കുന്ന ഞങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുവാനും അതിലൂടെ അങ്ങയുടെ സ്വർഗീയ വിരുന്നിൻ്റെ പൂർണ്ണത ഞങ്ങൾക്കും അനുഭവിക്കുവാനും ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.